എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദില്ലിക്കാരൻ മലയാളി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ കിട്ടുന്ന ഒരു ഹോൾസെയിലറിന്റെ അടുത്താണ്. നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, ബസ് സ്റ്റാൻഡിലും ഓരോരോ ട്രേഡ് ഫെയറുകളിലും ഏതെടുത്താലും 10 രൂപ, ഏതെടുത്താലും 20 രൂപ എന്ന് പറഞ്ഞിട്ടുള്ള ഓരോരോ സ്റ്റാളുകൾ കണ്ടിട്ടില്ലേ? അവർക്കൊക്കെ സാധനങ്ങൾ എവിടുന്നാണ് കിട്ടുന്നത്? അവർക്കൊക്കെ സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഏതെടുത്താലും 10 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന, ഏതെടുത്താലും 20 രൂപ എന്ന് പറഞ്ഞ സ്റ്റോളൊക്കെ തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോരോ തിങ്സ്, നമ്മൾ ചെറിയ ചെറിയ തിങ്സ്, നമ്മളൊക്കെ നിത്യോപയോഗ സാധനങ്ങൾ നമുക്കൊക്കെ 10 രൂപയ്ക്കും 20 രൂപയ്ക്കും സ്റ്റോളിൽ വെച്ച് വിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തരുന്ന വലിയൊരു ഇമ്പോർട്ടറിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിനകത്ത് പെൻസിലുണ്ട്, പേനയുണ്ട്, റബ്ബറുണ്ട്, കട്ടറുണ്ട്, ചീപ്പുണ്ട്, കണ്ണാടിയുണ്ട്, സ്പൂണുണ്ട്, എന്തു പറയാൻ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇന്നൊന്നും തീരാത്ത രീതിയിലുള്ള കളക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഓരോരോ പ്രോഡക്റ്റായിട്ട് പരിചയപ്പെടാം. മാക്സിമം പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം വരെ വീഡിയോ കാണുക. കച്ചവടക്കാർക്കൊക്കെ വളരെ ഉപയോഗമുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇത് വന്ന് മറ്റേ ഹനുമാനെ നമ്മൾ വണ്ടിയിലൊക്കെ തൂക്കിയിടുന്ന ടൈപ്പുള്ള കാറിലൊക്കെ ഡാഷ്ബോർഡിനും കാര്യങ്ങളൊക്കെ തൂക്കിയിടുന്ന സംഭവമാണ്. ഇത് വെറും 5.5 രൂപയാണ് കേട്ടോ ഇവരുടെ റേറ്റ് വരുന്നത്. 5.5 രൂപ. ഇത് നമ്മൾ കണ്ണ് തട്ടാതെ ഇരിക്കാനായിട്ട് നമ്മൾ ഷോപ്പിന് മുമ്പിലും വീടിന് മുമ്പിലൊക്കെ കിട്ടുന്ന സംഭവമാണല്ലോ, നാരങ്ങയും മുളകും എല്ലാ സംഭവമുള്ള. ഇത് വെറും 5 രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതൊക്കെ സ്പിന്നറാണ് കേട്ടോ, സ്പിന്നർ. നമ്മൾ മറ്റേ കൈ കൊണ്ട് കറി കളിക്കുന്ന സ്പിന്നർ ടൈപ്പാണ്. ഇതൊക്കെ വെറും 5 രൂപയാണ് റേറ്റ് വരുന്നത്. മറ്റേ 3D സ്പിന്നിങ് ആണ്. ഇത് വന്നിട്ട് 7 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് ടെഡി ബെയർ ആണ്. ഇതിനൊക്കെ ഇത് 7 രൂപയാണ് കേട്ടോ. കീച്ചെയിൻ ആണ്, ടെഡി ബെയറിന്റെ കീച്ചെയിൻ ആണ്. 7 രൂപയാണ്. ഇത് 6.5 രൂപയ്ക്കുള്ള ഒരു കീച്ചെയിൻ കേട്ടോ, വെറും 6.5 രൂപ. ഇത് ചീട്ടിന്റെ ഒരു കീച്ചെയിൻ ആണ്. ഇത് വന്നിട്ട് 7 രൂപയാണ്. ഇത് ടെഡി ബെയറിന്റെ കീച്ചെയിൻ ആണ്. ഇത് 4 രൂപയാണ് ഒരു പീസിന്റെ റേറ്റ് വരുന്നത്. ഇത് വന്നിട്ട് നമ്മൾ ചാർജിംഗ് പോർട്ടിലും USB-യിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ബൾബാണ്. ഇതെല്ലാം ഒരു പീസിന് 5 രൂപയാണ് വരുന്നത്. USB ലൈറ്റ് ആണ്. ഇത് വെറും 5 രൂപയാണ് കേട്ടോ വരുന്നതിന് റേറ്റ്. ക്ലച്ച്. ഓക്കെ, ഇത് നല്ല കുഞ്ഞുങ്ങളൊക്കെ തലയിൽ വെക്കുന്ന ക്ലിപ്പാണ് കേട്ടോ. 10 പീസ് ഇരിക്കുന്നതിന് 6 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ടേപ്പാണ് കേട്ടോ, ഡബിൾ സൈഡ് ഒട്ടിക്കാൻ പറ്റുന്ന ടേപ്പ്. ഇത് 5 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് നമ്മൾ ഫൗണ്ടേഷൻ ക്രീമും കാര്യങ്ങളൊക്കെ മുഖത്തിടുന്ന ആ ഒരു സ്പോഞ്ചാണ്. 6.5 രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന്റെ റേറ്റ് വരുന്നത്. ഇത് ടൂത്ത് പിക്കാണ്. 6 രൂപയാണ് ഈ ടൂത്ത് പിക്കിന്റെ വില കേട്ടോ. നമ്മളുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സാധനങ്ങൾ എടുക്കാനായിട്ടുണ്ടോ. അവർക്കൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ആൾക്കാരെ. കാണുമ്പോൾ തന്നെ അറിയാം ഓരോരോ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ. ഭയ്യ आप कितना साल से यहाँ से सामान ले रहा हूँ? 5 साल से ले रहा है. ഓക്കെ, 5 വർഷമായിട്ട് ഈ പുള്ളി ഇവിടുന്ന് സാധനം എടുത്ത് ഇപ്പോൾ പുള്ളി എടുത്ത സാധനങ്ങളാണ് കേട്ടോ. ഇത് 7 രൂപയാണ് കേട്ടോ. ഇത് മറ്റേ നമ്മൾ കുളിക്കാനൊക്കെ എടുക്കുന്ന സംഭവമാണ്. ഓക്കെ, ഇത് മറ്റേ നമ്മൾ തലയിലിടുന്ന റിബൺ ആണ്. ഒരു സെറ്റ് മൊത്തവും 7 രൂപയാണ് കേട്ടോ വരുന്നത്. സൂചിയും നൂലും കൊരിക്കുന്ന സാധനങ്ങളും കുറേ സംഭവങ്ങളായിട്ട് 7 രൂപയാണ് ഒരു ബോർഡിന്. ഇത് നമ്മൾ മറ്റേ വെള്ളത്തിലിട്ട് മറ്റേ വലുതായി ഇടുന്ന മറ്റേ അക്വേറിയത്തിനകത്തൊക്കെ ഇടുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് ജെല്ലി. ഇതിനൊക്കെ പയ്യേ ഇതൊരു ബോട്ടിൽ 6 രൂപയാണ് കേട്ടോ ജെല്ലി. സ്കെയിലാണ് കേട്ടോ, സ്കെയിൽ നല്ല വലിയ സ്കെയിൽ. 7 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പല പല കളേഴ്സും കാര്യങ്ങളെല്ലാം കേട്ടോ. ഇത് ഒരു 6 രൂപയുടെയാണ് കേട്ടോ ഈ ഒരു ഇത് വീശറി വരുന്നത്. ഗേജ്, പിന്നെ സൂചി, നൂല്, മറ്റേ ബോബിൻ കേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് 6.5 രൂപയാണ് ഒരു സെറ്റിന്റെ വില. ഇത് 5 രൂപയുള്ള ഡൈ അടിക്കുന്ന ബ്രഷാണ് കേട്ടോ. ഇത് 3-4 സ്കെയിൽ വരുന്നതാണ് സ്കെയിലിന്റെ. ഇതിനൊക്കെ ഇത് 6.5 രൂപയാണ് കേട്ടോ ഇതിന്റെ വില വരുന്നത്. സ്കെയില് കുഞ്ഞുങ്ങൾ തലയിൽ വെക്കുന്ന ക്ലിപ്പുകളാണ് കേട്ടോ. ഇത് 6 രൂപയാണ് കേട്ടോ ഒരെണ്ണം വരുന്നത്. ഇത് 6 രൂപയുടെ സ്പൂണാണ്, തവി. 6 രൂപ. ഓക്കെ, ഇതെല്ലാം 5-5 രൂപയുടെ ഷാർപ്നേഴ്സ് ആണ്, ഷാർപ്നറാണ്. ഷൂവിന്റെ ഡിസൈൻ ഉണ്ട്, അതിനകത്ത് ചെരുപ്പിന്റെ ഡിസൈൻ ഉണ്ട്, പല പല ഡിസൈൻസ് ഉള്ള ഷാർപ്നേഴ്സ് ആണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഇതൊക്കെ ഷാർപ്നറാണ് കേട്ടോ. ഇരിക്കുന്നതൊക്കെ ഷാർപ്നറാണ്. ഇതിനൊക്കെ 6 രൂപ. ഇതൊക്കെ 6 രൂപ, 5 രൂപ, 7 രൂപ. ഇതിനൊക്കെ ഇതെല്ലാം 6 രൂപ. എന്ന് 7 രൂപ റേഞ്ച് അല്ല, 4 രൂപ, 5 രൂപ, 6 രൂപ റേഞ്ചാണ് വരുന്നത് കേട്ടോ മൊത്തം. ഇതെല്ലാം ഷാർപ്പനറും ഇറേസേഴ്സും ആണ് ഇരിക്കുന്ന മൊത്തം. ഈ സ്പൂണെല്ലാം വെറും 4 രൂപയാണ് കേട്ടോ വരുന്നത്. ഇത് നാപ്സിൻ ടാബ്ലറ്റ് ആണ്, 6 രൂപയുടെ ആണ് കേട്ടോ. ഇത് അരിപ്പാണ്. ഇത് വെറും 6 രൂപയാണ്. 6 രൂപയാണ്, 6 രൂപയാണ് കേട്ടോ അരിപ്പിന്റെ വില വരുന്നത്. ഇതിൽ കാണിക്കുന്ന ഡിസൈനൊക്കെ വരയ്ക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള സ്കെയിലാണ് കേട്ടോ. ഇത് 6.5 രൂപയാണ് ഒരു പീസിന്റെ വില വരുന്നത് കേട്ടോ. ഇത് ചെറിയ സ്റ്റാപ്ലറും പിന്നും കൂടെ വരുന്ന ഒരു സെറ്റാണ്. 6.5 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇതെല്ലാം കാറിന്റെ ഡിസൈൻ വരുന്ന ഇറേസേഴ്സ് ആണ്. ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് മായ്ക്കാനേ സമയം കാണത്തുള്ളൂ കേട്ടോ. ഇതെല്ലാം ഇറേസേഴ്സ് ആണ്. ഇതെല്ലാം 5 രൂപയാണ്. ഇതെല്ലാം ഇറേസേഴ്സ് ആണ്. ഇറേസേഴ്സിന്റെ തന്നെ ഒരുപാട് ഡിസൈൻ. ഇതാണ്ട് കപ്പലിന്റെ പുറത്തൊക്കെ ഇറേസർ ഇരിക്കുന്നു. ഇതാണ്ട് ചന്ദ്രനിലോട്ട് പോകുന്ന ഇറേസർ, ഫ്ലൈറ്റിലുള്ള ഇറേസർ, ആമയിലുള്ള ഇറേസർ, കാറ്, ബൈക്ക്, ജീപ്പ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇതെല്ലാം 6 രൂപയാണ്. ഓരോരോ ഡബ്ബി 6 രൂപയാണ്. ഇത് ക്ലിപ്പാണ് കേട്ടോ വരുന്നത്. ഇത് ഓരോ ഡബ്ബയ്ക്കകത്ത് വരുന്ന സേഫ്റ്റി പിന്നാണ്. ഇത് ഡബ്ബ ഉൾപ്പെടെയാണ് 6 രൂപ കേട്ടോ. ഇത് ഗമ്മും റബ്ബറും എല്ലാം കൂടെ വരുന്ന ഒരു സെറ്റപ്പാണ്. ഇത് 6 രൂപയാണ് കേട്ടോ വരുന്നത്.
ഇത് വന്നിട്ട് നമ്മുടെ ബോബിൻ കേസ്, മറ്റേ നമ്മളെ മീറ്റർ, പിന്നെ നൂല്, സൂചി എല്ലാം കൂടെ വരുന്ന സെറ്റാണ്. ഇത് 6.5 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ പെൻസിലാണ് 6.5 രൂപയാണ് വരുന്നത്. ഒരു സെറ്റാണ്, 3 പെൻസിൽ 2 റബ്ബർ ഇട്ടു. വെറും 7 രൂപയുടെ വാട്ടർ കളറാണ്. ഇത് പെൻസിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള പൗച്ചാണ്. ഇതെല്ലാം 5 രൂപ റേഞ്ചാണ് കേട്ടോ. ഇതെല്ലാം 5 രൂപയാണ് കേട്ടോ. ഇതൊക്കെ പല പല കളേഴ്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കളർ നോക്കി എടുക്കാം. ഇത് ജെല്ലിന്റെ പേനയാണ്. ഇത് 6.5 രൂപയാണ് കേട്ടോ. 6 രൂപ 50 പൈസയാണ് വരുന്നത്. അത് നല്ല ക്യൂട്ട് ഡിസൈൻ ആണ് നോക്കിയാൽ. അത് നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇതെല്ലാം പിള്ളേർ കളിക്കുന്ന ആർട്ടിഫിഷ്യൽ ക്ലേ ആണ് കേട്ടോ. 6 രൂപ. ഇതെല്ലാം 6 രൂപയാണ് ഈ ക്ലേയുടെ. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ക്ലേ ആണ്. 6 രൂപയാണ്. ഇത് കളർ പേനയാണ്. ഇതിനകത്ത് ഓരോ റീഫിലർ മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ കളർ മാറ്റിക്കൊണ്ടിരിക്കാം. അപ്പം അതിനകത്ത് പല പല റീഫിലേഴ്സും കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് 5 റീഫിലർ കൊടുത്തിട്ടുണ്ട് സ്പെയർ ആയിട്ട്. ഇത് 6 രൂപയാണ് റേഞ്ച് വരുന്നത്. ഇത് 5 രൂപയാണ് ഒരു പീസ് വരുന്നത്. പെൻസിലാണ്, നമ്മളെ ഓരോ പിന്ന് മാറ്റി മാറ്റി ഇടുന്ന ഒരു പെൻസിലാണ്. 5 രൂപയാണ് ഇതിൻ്റെ പീസ് വരുന്നത്. ഇതൊരു മാർക്കറാണ്, ഡബിൾ മാർക്കറാണ്. ഇതിന് രണ്ട് മോഡുണ്ട്. ഇത് 1ാമത്തെ മോഡാണ്, വലിയ അക്ഷരമാണ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നൈസ്. അങ്ങനെ ഡബിൾ ടൈപ്പ് മാർക്കറാണ്. ഇത് ഞാനും ഇപ്പോഴാണ് കാണുന്നത്, ഞാൻ ഇതിന് കണ്ടിട്ടില്ല. ഡബിൾ ടൈപ്പ് മാർക്കറാണ്. ഇതിന് 2 സൈഡും ക്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനൊക്കെ ഇത് 6.5 രൂപയാണ് കേട്ടോ. വളരെ ചീപ്പ് റേറ്റ് ആണ് കേട്ടോ എല്ലാത്തിനും. മൾട്ടി ഫംഗ്ഷൻ പേനയാണ് കേട്ടോ. ഇതിനകത്ത് തന്നെ നമുക്ക് മൊബൈല് പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം. ഇതിന്റെ ഈ ഒരു കൊണ്ട് കൂടെ മൊബൈൽ പ്രവർത്തിപ്പിക്കാം. പിന്നെ ഇവിടെ മൊബൈൽ വെച്ചിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളും കാണാം. പേനയിട്ട് കാര്യങ്ങൾ एक बार दिखा देंगे भैया थोड़ा सा? जी बिल्कुल. ये देखो. ओके. ഈ പേന വെച്ചിട്ട് നമുക്ക് ടച്ച് ചെയ്യാതെ തന്നെ കാര്യങ്ങൾ നോക്കാം. ओके, नाइस. और मोबाइल में कैसे इसको माउंट करते हैं? ഇത് നമുക്ക് എവിടെയെങ്കിലും വീഡിയോ വല്ലതും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ പേനയുടെ മുകളിൽ മൗണ്ട് ചെയ്തിട്ട് സുന്ദരമായിട്ട് നമുക്ക് വീഡിയോ കാണാം കേട്ടോ. ഒരു മൗണ്ടും കൂടെയാണ് കേട്ടോ. മൊബൈലൊക്കെ മൗണ്ട് ചെയ്തിട്ട് വീഡിയോയും കാര്യങ്ങളും കാണാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു പേനയാണ് കേട്ടോ. എന്ന് വെച്ചാൽ മൾട്ടി ഫംഗ്ഷൻ പേനയാണ്. എഴുതുകയും ചെയ്യാം, മൊബൈൽ ടച്ചും ചെയ്യാം, മൊബൈൽ മൗണ്ടും ചെയ്യാം. മൾട്ടി ഫംഗ്ഷൻ പേനയാണ്. കിतना रुपए का भैया ये पेन? 6 रुपए का, 6.5. ഇത് വെറും 6.5 രൂപയുടെ പേനയാണ്. 6.5 രൂപ കേട്ടോ. 7 രൂപയ്ക്ക് 3 പീസാണ് കേട്ടോ ഇത്. ഈ ഒരു വലിയ പേന നിങ്ങൾക്ക് വേണമെങ്കിൽ 3 പീസ് 10 രൂപ കൊണ്ടു കൊടുക്കാൻ കേട്ടോ. ഒരു നഷ്ടമില്ല. ഇതെല്ലാം 4 രൂപയാണ് കേട്ടോ. ചീപ്പിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ചീപ്പ് പല വെറൈറ്റി, ഒരുപാട് വെറൈറ്റി, ചവർ കണക്കിന് വെറൈറ്റിയാണ്. പല ഡിസൈൻസ് ആണ്. പല ഡിസൈൻസ് നമ്മൾ കണ്ട് ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ചീപ്പിന്റെ ഒക്കെ വെറൈറ്റീസ് ആണ്. എല്ലാം 4 രൂപ 5 രൂപ പറയുന്നത്. ഈ ഒരു മോഡൽ നോക്കി നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ. പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളൊക്കെ നോക്കി ഇതൊക്കെ നമ്മൾ നല്ല വില കൊടുക്കണ്ടേ. ഇതൊക്കെ വെറും 4 രൂപ 5 രൂപ റേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ വന്നിരിക്കുന്ന ഒരു 2ാമത്തെ ഫ്ലോറിലാണ്. 2ാമത്തെ ഫ്ലോറിൽ വെച്ച് കഴിഞ്ഞാൽ ഏതെടുത്താലും 20 രൂപ എന്ന് പറയുന്ന ഒരു ബാനറിനകത്ത് വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. 11 രൂപയുടെ കത്രികയാണ് കേട്ടോ. അത് നല്ല ക്വാളിറ്റിയുള്ള കത്രിക കേട്ടോ. 11 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഓക്കെ, റൈറ്റ്, ഗുഡ്. നമ്മൾ തലയിലിടുന്ന റബ്ബേഴ്സിന്റെ ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ का 12 രൂപയാണ്. ഇത് ബോട്ടിൽ ഉൾപ്പെടെ 12 രൂപയാണ് റേറ്റ് വരുന്നത്. മെയ്ഡ് ഇൻ ചൈനയുടെ സ്ക്രബ്ബറാണ് കേട്ടോ. ഇത് നമ്മൾ കാലിലൊക്കെ സ്ക്രബ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്ക്രബ്ബറാണ്. ഇതിനൊക്കെ ഇത് 15 രൂപയാണ് ഒരു പീസ്. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി സാധനമാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പാത്രം കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണെന്നാണ് പറയുന്നത്. നമ്മൾ വെച്ച് പാത്രം കഴുകുമ്പോൾ നമ്മുടെ കൈക്ക് വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് 12 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് കൊള്ളാം, സംഭവം കൊള്ളാം. എനിക്കൊന്നും നമ്മുടെ നാട്ടിൽ ഇത് വന്നിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. ഇത് ടൂത്ത് പിക്കാണ്, വലുത് 12 രൂപയുടെ കേട്ടോ ടൂത്ത് പിക്ക് വരുന്ന ഒരു സെറ്റ്. ഇത് ഇയർബഡ്സിന്റെയാണ്. ഇത് 9 രൂപയാണ് ഇയർബഡ്സ്. ഇത് കയറാണ്. 10 രൂപയാണ് ഒരു ബണ്ടിലിന്റെ വില വരുന്നത്. ഇതെല്ലാം 10 രൂപയാണ് കേട്ടോ ഈ കീച്ചനൊക്കെ വരുന്നത്. ഇതിനകത്തിരിക്കുന്ന എല്ലാ കീച്ചൻസും 10 രൂപയാണ് കേട്ടോ. ഇത് 15 രൂപയുടെ കയറാണ് കേട്ടോ. ഇത് നല്ല സ്ട്രോങ് കയറാണ് കേട്ടോ. ഇത് അശകെട്ടാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി കയറാണ്. 15 രൂപയാണ് റേറ്റ്. കങ്കിക്ക സെറ്റ് ഇതിനൊക്കെ 12 രൂപ. ഇത് ചീപ്പിന്റെ ഒരു സെറ്റാണ്. 12 രൂപയാണ്. 2 ചീപ്പ് വെച്ച് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. 12 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതും 10 രൂപയുടെ ചീപ്പാണ് കേട്ടോ. നല്ല അടിപൊളി ഡിസൈൻ കേട്ടോ. ഇത് നമ്മൾ തോരനൊക്കെ അരിയാൻ പറ്റുന്ന എടുക്കുന്ന സംഭവമാണ്. ഇത് 15 രൂപയാണ് കേട്ടോ. ഇത് ടൂത്ത് ബ്രഷ് ആണ്. ചൈനീസ്, മെയ്ഡ് ഇൻ ചൈനയാണ്. ഇതിനൊക്കെ ഇത് 13 രൂപയാണ് കേട്ടോ. നല്ല കാണുന്ന നല്ല അടിപൊളി സംഭവം കേട്ടോ. ഒരെണ്ണം 13 രൂപയാണ്. ഓക്കെ, ഇത് ഇയർബഡ്സ് ആണ്. ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ 10 രൂപ പീസ്. ഇത് 10 രൂപയാണ് കേട്ടോ ഇതിന്റെ പീസ് വരുന്നത്. ഇതൊക്കെ വെറൈറ്റി ആയിട്ട് സാധനങ്ങളാണ്. പീസ് വരുന്ന ചീപ്പിന്റെ സെറ്റാണ്. 13 രൂപയാണ് റേറ്റ് വരുന്നത്. റെഡിമെയ്ഡ് തലയിൽ വെക്കുന്ന പൂവാണ് കേട്ടോ. മുല്ലപ്പൂ പോലത്തിരിക്കുന്ന റെഡിമെയ്ഡ് പൂവാണ്. 10 രൂപയാണ് റേറ്റ്. ഇതെല്ലാം 10 രൂപയാണ് കേട്ടോ. ഈ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. മുല്ലയുണ്ട്, കൊത്താവാടി ഉണ്ട്, എല്ലാ പൂവുണ്ട്. ഇതിനെല്ലാം 10 രൂപ കേട്ടോ വരുന്നത്. ഓക്കെ,
ഇത് നമ്മൾ ദോശയൊക്കെ നമ്മൾ ദോശക്കല്ലിലൊക്കെ എണ്ണ വരട്ടാനൊക്കെ ഉപയോഗിക്കുന്ന സിലിക്കോൺ ടൈപ്പ് ഇതാണ് ബ്രഷാണ്. ഇത് 15 രൂപയാണ് കേട്ടോ ഈ ബ്രഷിന്റെ റേറ്റ് വരുന്നത്. ഇത് 3 പീസ് മറ്റേ ചെവരിൽ ഒട്ടിച്ച് വെക്കുന്ന നമ്മുടെ തിങ്സ് ഒക്കെ തൂക്കിയിടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഇതാണ്, ഒട്ടിക്കാൻ പറ്റുന്നത് സ്റ്റിക്കറാണ്. ഇത് 13 രൂപയാണ് കേട്ടോ വരുന്നത് റേറ്റ്. ലിപ്സ്റ്റിക്കിന്റെ മോഡലിലുള്ള പേനയാണ്. കിതനക്കായ ഇത് 13 രൂപയാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. കണ്ണാടിയാണ്. കിതനക്കായ ഇത് 15 രൂപയുടെ കണ്ണാടിയാണ് കേട്ടോ. ഒരു പീസ് 11 രൂപയാണ്. മേക്കപ്പ് ചെയ്യുന്ന ബ്രഷാണ് കേട്ടോ. ഒരു ബ്രഷ് 11 രൂപയാണ് കേട്ടോ. ഇതെല്ലാം 15 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊക്കെ ഓരോ സ്ട്രോ ആണ്, ജ്യൂസ് കുടിക്കാൻ എടുക്കുന്ന സ്ട്രോ ആണ്. ഇതൊക്കെ ഒരു പീസിന് 10 രൂപയാണ് കേട്ടോ. ഇതെല്ലാം പേനകളാണ് കേട്ടോ. പല പല രീതിയിലുള്ള പല പല മോഡൽ പേനകളാണ്. കണ്ടേ തൃശ്ശൂലത്തിൻ്റെ പേനയൊക്കെ എല്ലാം 10 രൂപയാണ് കേട്ടോ. ഇന്ന് ഓരോന്നിടന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും തീരത്തില്ല. ഇതെല്ലാം പല പല മോഡൽസാണ്. എന്ന് വെച്ചാൽ ഓരോരോ വെറൈറ്റി മോഡൽ പേനകളാണ്. ഇതെല്ലാം 10 രൂപയുള്ളൂ. ഏതെടുത്താലും 10 രൂപയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് നാട്ടിൽ 20-25 രൂപയ്ക്കൊക്കെ നല്ല സുഖമായിട്ട് സുന്ദരമായിട്ട് വിൽക്കാം. അങ്ങനെ ടൈപ്പിലുള്ള പേനകളാണ്. എല്ലാം 10 രൂപയാണ്. 10 രൂപയുടെ സംഭവമാണ് ഇതെല്ലാം പേനകൾ. എല്ലാം 10 രൂപ മാത്രമേ ഉള്ളൂ. വെറും 10 രൂപ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെടുത്താലും 50 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ. ഏതെടുത്താലും 50 രൂപ എന്ന് വെച്ചാൽ ഇതെല്ലാം 50 രൂപയ്ക്കകത്താണ്. ഇപ്പം ഞാനിത് ഓരോരോ പ്രോഡക്റ്റ് എടുത്ത് നമ്മളിതിൻ്റെ വില പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇന്നൊന്നും തീരത്തില്ല. പിന്നെ അഥവാ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക. നമ്മളിനി അടുത്ത് ഇതിൻ്റെ പാർട്ട് 2 വല്ലതും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. കാരണം ഇതെല്ലാം പല പല റേറ്റും കാര്യങ്ങളും ഉള്ളതാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവരുടെ കയ്യിൽ. എല്ലാത്തിനും എന്ന് വെച്ചാൽ ഏതെടുത്താലും 50 രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽസാണ്. എന്ന് വെച്ചാൽ മൊത്തമായിട്ട് എടുത്ത് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. അതൊരു മിനിമം പർച്ചേസ് ഒരു 25,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഏത് വേണമെങ്കിലും ഐറ്റം വേണമെങ്കിലും ഇവിടെ തരാൻ പറ്റും. പിന്നെ ഇവരുടെ ഒരു ചെറിയൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആദ്യമായിട്ട് എടുക്കുന്ന ഒരാൾ ഇവിടെ വന്ന് തന്നെ എടുക്കണം എന്നുള്ളത്. കാരണം വന്ന് നമ്മൾ കണ്ട് ആളുമായിട്ടൊന്ന് ഡീൽ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ഓർഡർ മുതൽ നാട്ടിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിശ്വാസം ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം ഇവിടെ ഭയങ്കരമായ മാർക്കറ്റ്. നമ്മളൊന്ന് കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. നമ്മൾ വീഡിയോയിലൂടെ കണ്ട് എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മളിപ്പോൾ വന്ന് ഇവിടെ കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ ചെറുകിട കച്ചവടക്കാർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ തുടർന്നും ഇങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഡയറക്റ്റ് സാധനങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഡൽഹിയിലോട്ട് വരുവാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പുകളും ഡൽഹിക്കാരൻ മലയാളി ചെയ്തു തരുന്നതാണ്. ഇവിടെ താമസിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്, ഇവിടെ വരാനുള്ള വണ്ടിയുടെ കാര്യങ്ങൾ, മെട്രോ എങ്ങനെയാണെന്നുള്ള കാര്യം എല്ലാ കാര്യങ്ങൾക്കും ഡൽഹിക്കാരൻ മലയാളി കൂടെ കാണും. നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് കൂടെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൽഹി വരുന്നത് കൊണ്ട് ഭാഷയുടെ കേസിനായാലും എന്ത് കേസിനായാലും പ്രശ്നം ഉണ്ടാവത്തില്ല. എല്ലാത്തിനും ഞങ്ങൾ കൂടെ കാണാം. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. ഹായ് ഡൽഹിക്കാരൻ മലയാളി. Sorry, it's DJ.